നമ്മളെ എടുത്ത് അയ്യത്ത് കളയാനുള്ള എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. വേറെ ഇടയിലൊക്കെ പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്, ഒരു ടാസ്ക്കാണ് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ. രാവിലെയും വൈകിട്ടും അതിഭീകരമായ ട്രാഫിക്കാണ്. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ബസ്സുകാരെ കൊണ്ട് ഒരു രക്ഷയില്ല. പ്രൈവറ്റ് ബസ് ശരിക്കും ഞാൻ പെട്ടിരിക്കുക. ഇവരെന്നെ മടുപ്പിച്ച് ഇവിടെ വണ്ടി ഓടാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് മടുത്തു. ഒരേ ഒരു കാരണം ഇവന്മാർ മാത്രമാണ്. അല്ലാതെ ഇവിടെ യൂബർ ഓടാൻ വേറെ വിഷയങ്ങളൊന്നുമില്ല. പോലീസിൻ്റെ ശല്യമില്ല. എന്നെ ഇതുവരെ പോലീസ് ചെക്ക് പോലും ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും തടഞ്ഞിട്ടില്ല ഒരു കാര്യത്തിലാണ്. പുതിയ വണ്ടി ആയതുകൊണ്ടാണോ പൊതുവെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചെക്കിങ്ങിലൊന്നും അങ്ങനെ നമ്മുടെ വാഹനങ്ങളൊന്നും പരിശോധിക്കാറില്ല. ഇവിടെ ഹെൽമെറ്റും ഓട്ടോയൊക്കെ തന്നെ. പണ്ടത്തെ പോലെ ഇപ്പോഴും ഇവരൊക്കെ തന്നെ വേട്ടമൃഗങ്ങൾ. പണ്ട് ഞാൻ ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വേട്ടമൃഗമായിരുന്നു സ്ഥിരം. 2 വീലർ ഉണ്ടെങ്കിലും സ്ഥിരം വേട്ടമൃഗമാണ്. അപ്പം ഈ യൂബർ വന്നതിന് ശേഷമാണ് അല്പം ഒരു സമാധാനം. ഒരു വേട്ടമൃഗമാവാൻ നിന്നു കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു. ഒരിക്കലും നമ്മളൊരു വേട്ടമൃഗത്തിൻ്റെ അവസ്ഥയിൽ ഇപ്പം പെടുന്നില്ല. അങ്ങനൊരു കാരണം കുറച്ചൊക്കെ ഒരിക്കൽ പോലും തടയോ ലൈസൻസ്, വണ്ടിയുടെ ബുക്ക്, പേപ്പർ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. ഒന്നും ചോദിച്ചിട്ടില്ല. ഫൈനൊക്കെ കിട്ടാറുണ്ട്. ഒരു 3600 രൂപ കിട്ടി 6 മാസം കൊണ്ട്. ഇഷ്ടം പോലെ ഫൈനാണ്. അതേ മൊത്തം എന്താ വയലേഷൻ എന്ന് പറഞ്ഞാൽ നോ പാർക്കിംഗ് ഏരിയ ഏറ്റവും കൂടുതൽ വരുന്നത് അതാ. സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിനൊന്ന്. ആക്ച്വലി അന്ന് ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. കറുത്ത ഷർട്ടായിരുന്നു. ഞാൻ ഇട്ട സീറ്റ് ബെൽറ്റ് അവരുടെ ക്യാമറയിൽ കാണാത്തത് കൊണ്ടാണോ പൂർണ്ണമായിട്ടും ക്ലിയർ അല്ലായിരുന്നു. പിന്നെ ഞാനതിനെതിരെ പരാതി കൊടുക്കാനോ ഒന്നും പോയില്ല. കാരണം അതിൻ്റെ പുറകെ നടക്കുന്ന സമയം കൊണ്ട് നമുക്ക് 12,000 രൂപ ഓടാം. 500 രൂപയുടെ പുറകെ നടക്കാണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അടച്ചു. അതിനുശേഷം ആലുവയെ കൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ ഒരു 250 ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ആ ബസ് സ്റ്റാൻഡിന് തൊട്ട് മേൽ സൈഡ്. അന്ന് 250 പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയതെന്ന് പറഞ്ഞാൽ പിന്നെ മൂന്നാമത് പോയത് ആലുവ ഇവിടെ വെച്ച് എടപ്പള്ളി ലുലുവിൻ്റെ അടുത്ത്. അത് നോ പാർക്കിംഗ് സോണിൽ രാവിലെ കൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ അവർ 2 പേരെ ബൈക്ക് കൊടുത്തിങ്ങനെ വിട്ടേക്കുക. പോലീസുകാരെ 2 പേരെ ബൈക്ക് കൊടുത്ത് വിട്ടേക്കും. അവർ വരും, തൊട്ട് നമ്മൾ പോലും അറിയത്തില്ല, ബൈക്കിൽ നിന്ന് ഫോട്ടോ എടുക്കും. കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അന്ന് തന്നെ വൈകുന്നേരം തന്നെ മെസ്സേജ് വരും, ഫൈൻ അടിച്ചെന്നും പറയുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് വണ്ടിയുടെ ഫോട്ടോസ് ആയിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ആർക്കുണ്ടാലും മനസ്സിലാവും അത് ക്യാമറ പോലീസുകാർ അല്ല, മറ്റേ ക്യാമറ അല്ല, ഫിക്സ് ചെയ്തേക്കുന്ന ക്യാമറ അല്ല, പോലീസുകാർ ഇങ്ങനെ ബൈക്കിൽ വന്നിട്ട് എടുക്കുന്നതാണ്. പക്ഷെ അത് സ്ഥിരം പരിപാടിയാണ്. കാരണം ഒരിക്കലും യൂബറുകാരോട് അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ പറയുക, നമ്മൾ എടപ്പള്ളി ആൾക്കാർ എവിടാണോ പറയുന്നത് അവിടാണ് നമ്മൾ നിർത്തുന്നത്. ഓക്കെ, അവരൊരു ഡെസ്റ്റിനേഷൻ വെക്കും, ലുലു വെക്കും, അതിൻ്റെ തൊട്ടപ്പുറത്തെ മൈജി വെക്കും, എവിടെ വേണേലും ആൾക്കാർ വെക്കാം. പക്ഷേ ഈ പോലീസുകാർക്ക് കാണുന്നവർക്ക് അറിയാമല്ലോ, അത് ആളെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യത്തേ ഉള്ളൂ, ഇറക്കത്തേ ഉള്ളൂ കേട്ടോ. നമ്മൾ മാക്സിമം സൈഡ് ഒതുക്കി നിർത്തുന്നു, അവർ ജസ്റ്റ് ഇറങ്ങുന്നു, അവരുടെ കാര്യം നോക്കി അവർ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒരു കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും അത് അവിടെ പാർക്ക് ചെയ്യാൻ ഇടുന്ന വണ്ടിയല്ല. മേ ബി അല്ലെ പിന്നെ നമ്മുടെ വണ്ടിയിൽ ആളില്ല, അവിടെ ഇട്ടിട്ട് ഡ്രൈവർ ഇറങ്ങി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫൈൻ അടിക്കാം. കാരണം ഒരാവശ്യത്തിന് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വന്ന് എടുത്ത് മാറ്റാൻ ആളില്ലല്ലോ. അങ്ങനെയുള്ള വണ്ടികൾ ഡ്രൈവർ ഇല്ലാതെ അവിടെ ഉപേക്ഷിച്ച് വരുന്ന വണ്ടികൾക്ക് ഫൈൻ കൊടുക്കണം. ഇത് ഡ്രൈവർ അവിടെ ഇരിക്കുന്ന വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, ജസ്റ്റ് ആളെ ഡ്രോപ്പ് ചെയ്യുകയാണ് എങ്കിലും തൊട്ട് പുറകെ വന്നിട്ട് ഇങ്ങനെ ഫൈൻ അടിക്കുന്നത് ഒരു ഭയങ്കര മോശം പരിപാടിയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്യണം. അവരതിലെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്, അവരിപ്പോൾ എടുത്തുകൊണ്ട് പോകും. ആൾക്കാരെ ഇറക്കണ്ടേ? കസ്റ്റമർ എന്ന് പറയുമ്പം ഈ പൊതുജനങ്ങളല്ലേ എല്ലാം നിയന്ത്രിക്കുന്നത്. പൊതുജനങ്ങളുടെ പൈസയല്ലേ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ഞാനായാലും എല്ലാവരും. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും നിർത്താനോ പറയുന്നിടത്ത്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ, ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് വരുമ്പോൾ കൊണ്ട് നിർത്തിയേ പറ്റൂ. അവിടെ ബ്ലോക്ക് ഉണ്ടാവും, നമ്മൾ പക്ഷെ മാക്സിമം ഒതുക്കിയായിരിക്കും നിർത്തുക.
അവിടെ നിർത്തിയിട്ടിട്ട് പോകുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഡ്രൈവർ അവിടെ ഇരുന്നാൽ നമ്മൾ മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ബ്ലോക്കാണ് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ആളെ ഇറക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് പോകും. കാരണം ഒരിക്കലും വയ്യാത്തവരെയൊന്നും നമുക്ക് നടത്തി വിടാനൊന്നും പറ്റില്ല. ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഞങ്ങളെ പാർക്കിംഗ് അല്ല ഡ്രോപ്പ് ചെയ്യാന്ന് പറയാം. പാർക്ക് എന്ന് പറയുമ്പം അവിടെ ഇട്ടിട്ട് പോകുന്നതിനാണല്ലോ പാർക്ക് എന്ന് പറയാം. ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചാൽ ആളെ ജസ്റ്റ് ഇറക്കുന്നു. പ്രൈവറ്റ് ബസ്സുകാർക്ക് എവിടെ വേണേലും ആളെ ഇറക്കാം, എവിടെ നിന്ന് വേണേലും എടുക്കാം, അവർക്കാർക്കും പറ്റിയില്ല. പക്ഷെ നമ്മൾ യൂബറുകാരോ ടാക്സിക്കാരോ ഓട്ടോക്കാരോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആളെ ഇറക്കി ഒരു ഇച്ചിരി അങ്ങോട്ട് കടന്ന് ഇവർ ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോവുക. നോ പാർക്കിംഗ് കിട്ടുന്ന കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേണ്ടുന്ന എന്താണെന്ന് അറിയാമോ, ഇവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഇപ്പോൾ അവർ 2 പോലീസുകാരെ ഒരു ബൈക്കും കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ടാർഗറ്റ് കൊടുത്തായിരിക്കും വിടുക. നിങ്ങൾ പോവുക, ഇത്രയും പേരെ ഇത്രയും രൂപ കളക്ട് ചെയ്തിട്ട് വരിക. അപ്പോൾ അവർക്ക് എളുപ്പപ്പണിക്ക് വേണ്ടി അവരിങ്ങോട്ട് വരും. ആ റോഡ് സൈഡിൽ കാണുന്ന പാവങ്ങളെല്ലാം അടിച്ചിട്ട് പോകും. സീരിയസ് ആയിട്ട് പാർക്ക് ചെയ്തേക്കുന്ന ഒരു വലിയ കാറോ കുറച്ച് സാമ്പത്തികം ഉള്ളവനെയോ ഒന്നും ഇവരടിക്കില്ല. സാധാരണ ഓട്ടോക്കാർ ടാക്സിക്കാർ ഇവരെയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കുകാർ അവരെയൊക്കെ അടിച്ചിട്ട് പോകും. അവരെ സംബന്ധിച്ച് ഇപ്പം ഭയങ്കര എളുപ്പമുള്ള കാര്യമാണല്ലോ. ക്യാമറ ഫോണും കൊടുത്ത് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ചെന്നാൽ മാത്രം മതി. അവിടെ ഇരുന്നിട്ട് പിന്നെ അവരയച്ചോളും, ഓൺലൈൻ വഴി അയച്ചോളും. ഫോട്ടോ മാത്രം എടുക്കുക, പോവുക, ടൈം, പ്ലേസ് എഴുതുക. എടപ്പള്ളി ലുലു, ഇൻ ഫ്രണ്ട് ഓഫ് ലുലു, 10 ഫോട്ടോ എടുക്കുക, നേരെ അങ്ങ് പോകുന്നു. കഴിഞ്ഞു. 250 × 10 2500. സിമ്പിളല്ലേ? അന്നത്തെ വർക്ക് കഴിഞ്ഞു. അവർക്ക് കൊടുക്കുന്ന ടാസ്ക് അവർ പെട്ടെന്ന് ചെയ്ത് തീർന്നിട്ട് പോവുക. എന്നാൽ സാധാരണക്കാരനാണ് വലയുന്നത്. പാർക്കിംഗ് സോൺ ഉള്ളിടത്ത് ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നിടത്തെല്ലാം നോ പാർക്കിംഗ് ബോർഡ് വെച്ചേക്കുക. വണ്ടി ഒരു ശല്യം ഇല്ലാതെ വണ്ടി കയറി കിടക്കാൻ പറ്റുന്ന എടപ്പള്ളി ലുലു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് 2 സൈഡിൽ. അവിടെയും നോ പാർക്കിംഗ് വെച്ചേക്കുക. ആവശ്യം വണ്ടി പാർക്ക് ചെയ്ത് ഇടാൻ പറ്റിയ സാഹചര്യം ഉള്ളിടത്ത് അവരിടാൻ സമ്മതിക്കത്തില്ല, എങ്ങും ഇടാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഈ വാഹനങ്ങൾ എന്ത് ചെയ്യാനാ? പേ ആൻഡ് പാർക്ക് കൊടുത്തിട്ട് എവിടെയെങ്കിലും കയറ്റിയിടണമെന്നാണ് ഈ ഗവൺമെൻറ് പറയുന്നത്. എനിക്കറിയില്ല. ഇത് പേ ആൻഡ് പാർക്ക് കൊടുത്തിട്ട് നല്ല ഗ്രൗണ്ടുകളോ അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യണം. കൊള്ളാം, സംഭവം അവിടെ കയറ്റിയിടാൻ കൊള്ളാം. പക്ഷെ എപ്പോഴും നമുക്ക് ഒരിടത്ത് കയറ്റിയിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ആളെ ഡ്രോപ്പ് ചെയ്യെങ്കിലും വേണ്ടേ, കയറ്റിയിടണ്ട, അവിടെ പാർക്ക് ചെയ്യണ്ട നമുക്ക്. എന്നാലും കുറച്ച് പ്ലേസ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ എന്ത് സൗകര്യം ഒരുക്കിയേക്കുന്ന കൊച്ചിയിൽ ഒരു കുന്തം ഒരുക്കിയിട്ടില്ല. പ്രൈവറ്റ് വ്യക്തികൾ പേ ആൻഡ് പാർക്ക് ഇട്ടിട്ട് അവർ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു ഇതില്ല. മെട്രോയുടെ പണി നടക്കുന്നിടത്തോ അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളേ, ഇപ്പം കുണ്ടന്നൂരൊക്കെ തന്നെ ഓവർ ബ്രിഡ്ജ്, അതിൻ്റെ കീഴിലൊക്കെ സ്ഥലമുണ്ട് ഇഷ്ടം പോലെ പാർക്കിംഗ്. അതുവരെയും കൊട്ടേഷൻ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി വാർഡ് തിരിച്ചിട്ട് കൂപ്പൺ വെച്ചേക്കുക. ഗവൺമെൻറ് സ്ഥലത്ത് നമ്മൾ കയറ്റിയിട്ട 30 രൂപ 40 രൂപ. പൊതുജനങ്ങൾ എങ്ങും പാർക്ക് ചെയ്യാൻ പാടില്ല. ഇവർ വാഹനം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ട് നടന്നോണം സിറ്റിയിൽ. പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വാഹനം കൊണ്ട്? വാഹനം എടുത്തു കഴിഞ്ഞാൽ കൊച്ചി വരികയാണെങ്കിൽ നിങ്ങൾ ആ വാഹനം ഓഫ് ചെയ്യാൻ പാടില്ല, റൗണ്ട് ചെയ്ത് കാണുക, കൊച്ചി കറങ്ങി അങ്ങ് പോവുക. എങ്ങും പാർക്കിംഗ് ഇല്ല. പാർക്ക് ചെയ്യണമെങ്കിൽ വലിയ വലിയ മുതലാളിമാരുടെ ലുലു മാള് പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ പാർക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇറങ്ങി കൊച്ചി കണ്ടോണം. സാധാരണക്കാരൻ സിറ്റി വന്നു കഴിഞ്ഞാൽ ലുലുവിലേക്ക് മാത്രമേ പോകാവൂ. അവിടെ ഉള്ളൂ പാർക്കിംഗ്. അവിടെ കൊണ്ടിടുക, നിങ്ങൾ പാർക്ക് ചെയ്യുക, എല്ലാ സാധനവും അവിടെ തന്നെ മേടിക്കുക, നിങ്ങൾ തിരിച്ചു പോവുക. അപ്പം നിങ്ങൾക്ക് എന്താ പ്രശ്നം? എല്ലാ കാര്യം സെറ്റല്ലേ? അല്ലാതെ നിങ്ങൾക്ക് അവിടെ ഇവിടെ ചുറ്റി കറങ്ങി അവിടെ നിർത്തി ഇവിടെ നിർത്തി അങ്ങനൊന്നും പോകാൻ പറ്റൂല കേട്ടോ, പണിയാണ്. അങ്ങനെ നിർത്തിയാൽ കുറേ പൈസ വേണ്ടി വരും. പാർക്കിങ് പേ ആൻഡ് പാർക്കിലൊക്കെ കൊടുത്ത് അവിടെ കയറി ജയലക്ഷ്മിയിലും കയറി ലുലുവിലും കയറി അങ്ങനെ 5-6 ഡെസ്റ്റിനേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പർച്ചേസിന് നടക്കൂല, ഭയങ്കര പാടാണ്. നിങ്ങൾ തന്നെ മടുത്തു എടപ്പള്ളി ട്രാഫിക്കിനകത്തൂടെ എടുത്തിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയും 3/4 മണിക്കൂറാണ് 5 കിലോമീറ്ററൊക്കെ എടുക്കാൻ. അപ്പം നമ്മളാരും വെറുത്തു പോകും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു മോൾ എടുക്കുക, അവിടെ തന്നെ പോവുക, പാർക്കിംഗ് സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം കിട്ടും. പ്രൈവറ്റുകാരുടെ കാര്യമാണ് പറയുന്നത്. ടാക്സിക്കാർക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ പോകണം, നമ്മൾ പാർക്ക് ചെയ്യണം, ആളെ ഡ്രോപ്പ് ചെയ്യണം. ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചാൽ പോലും നമ്മൾ പോയി എടുക്കും. എത്ര ട്രാഫിക് ആണെങ്കിലും പോയി എടുക്കണം. അവിടെ ജോബ് അതായി ഇപ്പം എന്ത് ചെയ്യാൻ. അങ്ങനെ പെറ്റി കുറേ കിട്ടും കൊച്ചിയിൽ, അതിനൊരു കുറവുമില്ല.
നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. എത്ര ശ്രദ്ധിച്ചാലും മാസത്തിൽ ഒന്നെങ്കിലും കിട്ടാതിരിക്കത്തില്ല. നമ്മൾ പോലും അറിയത്തില്ല. അവർ കുറേ റീസൺ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് തെറ്റി ഇങ്ങനെ കിട്ടും. അങ്ങനെ പിന്നെന്താ, ട്രിപ്പൊക്കെ ഇപ്പം ഭയങ്കര സീനാണ്. പഴയതുപോലെ യൂബർ ട്രിപ്പുകളൊക്കെ വാഹനപ്പെരുപ്പമാണല്ലോ ഏറ്റവും വലുത്. ഇപ്പം വാഹനങ്ങളുടെ കൂട്ടിടിയാണ്. എന്നുവെച്ചാൽ പുതിയ വാഹനങ്ങൾ, പുതിയ വെഹിക്കിൾ എടുത്തിട്ട് എല്ലാവരും ഇതേ ഫീൽഡ്. എന്തായാലും മലയാളി അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഒരു ഫീൽഡ് ഒരാൾ രക്ഷപ്പെട്ടു, അല്ലെ ആ ഫീൽഡ് കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരിതാണ് അല്ലേ. ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് വിജയിച്ചാൽ അത് തന്നെ പിന്നെ എല്ലാവരും തുടങ്ങത്തുള്ളൂ. അതേ അവസ്ഥയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഓൺലൈൻ ടാക്സി എടുക്കണം, ഓടണം. 2 മാസം ഓടുമ്പം തളർന്നു കഴിയുമ്പോൾ ഫിനാൻസ് അടയ്ക്കാനും പറ്റാതെ. സാധാരണക്കാരനാണല്ലോ വരുന്നത്, കോടീശ്വരന്മാരല്ലല്ലോ. പിന്നെ ഇപ്പം സാമ്പത്തികമുള്ള കോടീശ്വരന്മാരും ഇതിനെ ഒരു വലിയ വരുമാന മാർഗമായിട്ടാണ് കാണുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ കാര്യം? കാശുള്ളവരൊക്കെ സ്വന്തമായിട്ട് വണ്ടി വാങ്ങുമോ? യൂബർ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി 1000 രൂപ വെച്ച് കിട്ടത്തില്ലേ? 2-3 കാറുണ്ടെങ്കിൽ ഡെയിലി 3000 രൂപ. ആഹാ, അടിപൊളി. അപ്പം ഇവർ കണക്ക് കൂട്ടും, മറ്റേ ദാസനും വിജയനും പാലിൻ്റെ കണക്ക് കൂട്ടുന്ന മാതിരി. ദാസനും വിജയനും പാല് കൂട്ടത്തില്ല. ദാസടാ വിജയ 2 പശു ഡെയിലി 30 ലിറ്റർ പാല് വെച്ച് 10 ദിവസം 300 ലിറ്റർ എന്ന് കണക്ക് കൂട്ടുന്നത് മാതിരിയാണ് പുതിയ കുറേ ആൾക്കാർ. ടാക്സിക്കാരല്ല കേട്ടോ, കുറേ കുഞ്ഞു മുതലാളിമാർ, വലിയ മുതലാളിമാരില്ലാത്ത ഇടത്തരം മിഡിൽ ക്ലാസ് മുതലാളിമാർ കാറിൻ്റെ കണക്ക് കൂട്ടും. നമുക്ക് 2 കാർ എടുത്ത് ഊബർ ഓടാൻ കൊടുത്താൽ ഒരു കാറിന് 1000, 2 കാറിന് 2000, 10 കാറുണ്ടെങ്കിൽ ഡെയിലി 10000, 30 ദിവസമാകുമ്പോൾ 3 ലക്ഷം. അടിപൊളി. അപ്പം വർഷം എത്രയായി? 36 ലക്ഷം. അപ്പോൾ കണക്ക് കൂട്ടും. ഫിനാൻസ് ഇട്ട് എടുത്താൽ 15000 അടവ്, 30 ദിവസമാകുമ്പോൾ 30000, 15000 അടച്ചാൽ എത്ര ഉണ്ടടാ ദാസ ബാലൻസ്? 15000. അടിപൊളി, റിച്ച്. ഇതാണ്. പക്ഷെ എന്താ കാര്യം എന്നറിയാമോ? ഈ 30 ദിവസത്തെ കണക്ക് കൂട്ടാൻ എളുപ്പമാണ്, കാൽക്കുലേറ്റർ അടിച്ചാൽ മതിയല്ലോ. പക്ഷെ ഒരു ഡ്രൈവർ 30 ദിവസം സ്ഥിരമായിട്ട് ഓടത്തില്ല. 2 ദിവസം ഓടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പം 5 ദിവസം ഓടിക്കഴിയുമ്പോൾ അവർ 2 ദിവസത്തേക്ക് മുങ്ങും. അവരുടെ 10 പൈസയാകുമ്പം ഫാമിലി ഓറിയൻറ്റഡ് അല്ലാത്തവരൊക്കെ മുങ്ങിയിട്ട് അവരവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനൊക്കെ ഒറ്റ പോക്കം. അപ്പോൾ ഈ വണ്ടി എന്ത് ചെയ്ത് അവിടെ കിടക്കുക? ഈ കാൽക്കുലേഷനൊന്നും നടക്കില്ല. 30 ദിവസത്തേക്ക് 30,000 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ? അത് നടക്കാൻ ഒരു സാധ്യതയില്ല. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്ക് പണി തുടങ്ങും. പിന്നെ ഇതെങ്ങനെയെങ്കിലും കൊടുത്താൽ മതിയെന്നാ. ഓടാൻ ആളില്ലാതെ, സ്ഥിരതയില്ലാതെ അവിടെ ഇവിടെ ഇട്ട് എല്ലാവരും കൊണ്ട് നശിപ്പിച്ച് വണ്ടി ഒരു പരുവാക്കി. അതുകൊണ്ട് സ്വന്തമായിട്ട് കൊണ്ട് നടക്കുന്നവന് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. പിന്നെ പണം വെളുപ്പിക്കാനൊക്കെ എടുത്തിട്ട് റെൻറ്റിനൊക്കെ കൊടുക്കാം. അല്ലാതെ അധ്വാനിച്ച് കൊടുത്ത പൈസ കൊണ്ട് ഇത് വാങ്ങിയിട്ട് റെൻറ്റിന് കൊടുത്ത് ആദ്യത്തെ 1 വർഷം അടിപൊളി കണക്കില്ല, കുറച്ചൊക്കെ വർക്കാവും, 90% വർക്കാവും. 3-4 ദിവസം ആരെങ്കിലും ഓടിയില്ലെങ്കിൽ 26 രൂപ വെച്ചാൽ കിട്ടും. 10-15 രൂപ അടവായാലും 10-15 രൂപ. കാരണം വണ്ടിക്ക് പണിയൊന്നും ഇല്ലല്ലോ, പുതിയ വണ്ടിയല്ലേ. 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് വരെ ഒരു ചിലവില്ലാതെ പുതിയ ടയർ എല്ലാം ഓടും. ഒറ്റ വർഷം കഴിയുമ്പോഴായിരിക്കും ഈ കാൽക്കുലേഷൻ അവിടെ പരാജയമാവുന്നത്. 1000 വെച്ച് കിട്ടാം, നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം. ഒറ്റ വർഷമേ ഉള്ളൂ ബെനഫിറ്റ്. 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത് മൊത്തം പണിയാനേ കാണും. കാരണം ഓടുന്നവരെ അവൻ്റെ സ്വന്തം അല്ലല്ലോ. അവയെടുത്ത് നിലത്തടിച്ച് ഓരച്ച് പറിച്ച് സെറ്റായിട്ട് അവർ ഓടിക്കളയും. ഓടി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നീരും എടുക്കും. 1000 എന്ന് പറയുമ്പോൾ എത്ര വേണേലും ഓടാമല്ലോ. സ്വന്തം ഓട്ടോ, കിട്ടുന്ന ഓട്ടോ, നൈറ്റും 2 പേരെയൊക്കെ വെച്ചോ എങ്ങനെങ്കിലുമൊക്കെ ഓടിച്ച് ഇവനെ മുതലാക്കി അതിൻ്റെ ടയറിലെ തൊലിയൊക്കെ തേച്ചെടുത്തിട്ട്, ടയറും ഇല്ല, തൊലിയില്ല, മൽക്കാടും ഇല്ല, ഡോറും ഇല്ല, എല്ലാം റെഡിയാക്കി സെറ്റാക്കി കൈ കൊടുക്കും. ഒറ്റ വർഷം മതി പുറത്ത് ഓടിക്കഴിഞ്ഞാൽ. ഞാൻ സ്വന്തമായിട്ട് ഓടിയിട്ട് 100 ദിവസം കൊണ്ട് 17,000 കിലോമീറ്ററായി. സ്വന്തമായിട്ട് ഓടിയിട്ട് ഒരു പോറൽ പറ്റിയ 4 വട്ടം തൂക്കും രാവിലെ. അങ്ങനെ ഓടിയിട്ട് 17,500 കിലോമീറ്ററായി. വണ്ടി എടുത്ത് 1 വർഷം കഴിയുമ്പം ചെയ്യേണ്ട 3rd സർവീസ് വരെ 3 മാസം കൊണ്ട് ചെയ്തു. 4th സർവീസിന് വേണ്ടി വെയിറ്റിംഗ് 20,000-ൻ്റെ. അപ്പം ഇതാണ് ആക്ച്വലി നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങ്, ഒരു കാര്യം ഇതാണ്. വേറെ ഒരു സംഭവമില്ല. അപ്പം ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.